ഗുഡ് ഈവനിങ് ഭീമ ജ്വല്ലേഴ്സ് ഓ മൈ ഗോഡ് എൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്താ നീ ഇത്രയും നേരം നീ എവിടെ പോയിരിക്കായിരുന്നു? ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ നിന്നെ തപ്പി നടക്കാത്ത സ്ഥലങ്ങളില്ല. എന്താ നിന്റെ പ്ലാൻ എന്താണ്? പ്ലാൻ പറയട്ടെ. എനിക്കൊരാളെ ജീവൻ തുല്യ ഇഷ്ടമാണ്. എങ്ങനെ? ഒരാളുമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. അയാളെ കാത്ത് ഞാൻ ഇവിടെ ഇരിക്കുക. എന്നിട്ട് പിന്നെ അയാൾ വരും, കൂടെ ഒരു ഫ്രണ്ടും വരും. ബാക്കി പറയട്ടെ? പറയട്ടെ? പറയാം. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ആദ്യം എൻ്റെ കാമുകൻ്റെ പേര് പറയണ്ടേ? അവൻ്റെ പേര് അമൽ എന്നാണ്. അമലും ഞാനുമായിട്ട് കുറേ നാളുകളായിട്ട് ഭയങ്കര പ്രേമത്തിലാണ്. അപ്പം ഞങ്ങൾ 2 പേരും എൻ്റെ വീട്ടിൽ ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് പുള്ളിക്ക് അറിയില്ല. പുള്ളി വിചാരിച്ചിരിക്കുന്നത് ഞാനും പുള്ളി ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് വരാണെന്നുള്ള രീതിയിൽ ഒരു ധാരണ കൊടുത്തിട്ടാണ് ഒരു ഫ്രണ്ടുമായിട്ട് ഇവിടെ വരാൻ പോകുന്നത്. ശരിക്കും അമൽ ഒരു ചെറിയ സർപ്രൈസ്, വലിയൊരു സർപ്രൈസാണ് അത് കൊടുക്കാൻ പോകുന്നത്. ഫ്രണ്ടിനാണ്. പുള്ളിയുടെ പേര് നിതിൻ എന്നാണ്. പിന്നെ ഗോവിന്ദൻ എന്നൊക്കെ നമ്മൾ അങ്ങനെ വിളിക്കും. അങ്ങനെ വിളിക്കുന്ന ഒരാളാണ്. വളരെ പ്രസിദ്ധനാണ്, ഒരു പാവം മനുഷ്യനാണ്. അപ്പോൾ അവർ 2 പേരും വന്ന് നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ വീട്ടിൽ നിന്നും പോകുന്നതാണ്. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കില്ല എൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട്. പക്ഷേ പുള്ളിക്ക് ഞെട്ടലൊന്നുമില്ല കേട്ടോ. എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ ഭയങ്കര ധൈര്യത്തോടു കൂടി ഒരു തീരുമാനം എടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് എൻ്റെ ബാഗൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത്. തൽക്കാലം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ബാഗ് എടുത്തിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ഉണ്ടാക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ആവും. ഇഷ്ടമാണെന്ന് പറയുന്ന പുള്ളി ജസ്റ്റ് ഇവിടെ നിന്ന് മാറും. ആ സമയത്ത് ഞാനും നിതിനും ചേർന്നിരിക്കുന്നത് എൻ്റെ ബ്രദറായി വരുന്ന ഇദ്ദേഹം കാണും. ഇദ്ദേഹം മാത്രമല്ല, നമ്മുടെ ജയേഷ് ഉണ്ട്, ഫ്രെഡി ഡിക്രൂസ് ഉണ്ട്, വിനിൽ എൻ്റെ ബ്രദറാണ്, എൻ്റെ ഇക്കയാണ്. ഇക്കയ്ക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം നടത്തി തരാം, അല്ലെങ്കിൽ ഞങ്ങൾ കല്യാണം ഒറ്റയ്ക്ക് പോയി കഴിക്കും. തീർച്ചയായും. ഇക്ക നടത്തി തരുമോ? കെട്ടിച്ച് വിടും. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് പറഞ്ഞുകൊണ്ട് നിൽക്കലേ ഒത്തിരി സമയം പോയി. അതുകൊണ്ട് നമുക്ക് ക്യാമറയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യണം. നമ്മളൊരു ക്യാമറ ആ വീടിനകത്ത് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാമറ നമ്മുടെ വണ്ടിക്കകത്തുണ്ടായിരിക്കും, ഒരെണ്ണം ആ ഭാഗത്ത്. എത്ര നേരം? ഞാനൊരു 45 മിനിറ്റായി വിളിക്കും. എന്താ അറിയോ, പല ഇവിടെ കുറച്ച് ആൾക്കാർ അങ്ങനെ വരാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വരാൻ പറഞ്ഞത്. വീട് ഇവിടെ അടുത്ത് തന്നെ. അല്ല, വീട്ടിലൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അല്ല, ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പം ഞാൻ അവിടെ നിന്ന് പതുക്കെ പോന്നു. കാലത്ത് വീട്ടിൽ നിന്ന് പതുക്കെ ഒന്ന് പോന്നു. എന്നിട്ടെന്താ, രാവിലെ മുതൽ അവിടെ എവിടെയും കറങ്ങി കുറച്ച് നേരം ഇവിടെ. ഫോണിൽ കുറച്ച് സംസാരിച്ചില്ലായിരുന്നു ഇന്നലെ. അത് അവര് കണ്ടു. ഉപ്പയും ഉമ്മയും. പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. എന്തേലും ആവുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് പോന്നു. ഇറങ്ങി പോന്നോന്ന് ചോദിച്ചാ ഇറങ്ങി പോന്നു. വിളിച്ചു, പക്ഷെ ഞാൻ അങ്ങനെ അവര് എല്ലാം കുറച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്തേ ഉള്ളൂ, ആവശ്യത്തിന് മാത്രം. അല്ല, നോണ പറയുന്നതാ. എനിക്ക് വട്ടുണ്ട്. എത്ര നേരമായി ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എല്ലാം ഫോണിൽ കൂടെ പറയാൻ പറ്റും. അഞ്ജലിയുടെ വീട്ടിൽ പോകണം, ഒരു അത്യാവശ്യമുണ്ട്, ഒരു ഇൻ്റർവ്യൂ ബേസിസ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അത്യാവശ്യം എടുക്കാനുള്ളതൊക്കെ എടുത്ത് തേവരിൽ, അഞ്ജലി അറിയില്ലേ, അവിടെയാണ് വെച്ചിരിക്കുന്നത്. അത് പോയി എടുക്കണം. അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നി അതും കൂടെ വന്നിരുന്നെങ്കിൽ അതും ഇതും എല്ലാം കൂടി ഞാൻ ഇവിടെ വന്നിരുന്നു. നമ്മളിവിടുന്ന് പോവോ, ഞാൻ ഒറ്റയ്ക്ക് പോണോ അതെനിക്കറിയില്ല. വെസ്റ്റേണോ? തനിക്കറിയാം. ഓർത്തഡോക്സ് ഫാമിലി പറയുമ്പോൾ അങ്ങനെ ഒന്നുമില്ല, അത്യാവശ്യമൊക്കെ ഫ്രീഡം ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ
നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ പ്രോബ്ലം അല്ല. വീട്ടിൽ കൊണ്ടോ? അല്ല ഇരിക്കോ. അയ്യോ ഞാനും ബ്ലാങ്ക് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, അഞ്ജലിയുടെ വീട്ടിലൊന്ന് പോയിട്ട് ബാഗ് ഒന്ന് എടുത്തിട്ട് വരും. അടുത്ത സ്റ്റെപ്പ് നോക്കിയിട്ട് എടുത്താൽ പോരെ? വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഷുവറാണ്? ഷുവറാ. നമുക്ക് ബാഗ് എടുത്തിട്ട് വരാം, എന്നിട്ട് ബാക്കി ഡിസൈഡ് ചെയ്യാം. നീ ടെൻഷൻ അടിക്കണ്ട, കൂളായിട്ടിരിക്കുക. നീ കമ്പനിയോട് ഞാൻ നീ ഇപ്പോൾ എടുത്തിട്ടോ. അടുത്തന്നല്ലേ അറിയാലോ. ഇത്രയും സീനാണെന്ന് അവനറിയത്തില്ലായിരുന്നു. ഞാനും അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ആക്ച്വലി വീട്ടിൽ നിന്ന് പോന്നിട്ട് അവരെന്തൊക്കെയാണ് ചെയ്യാന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. വരുന്നടുത്ത് കാണാം എന്ന് വിചാരിച്ച് ഇറങ്ങി പോന്നു, അത്രേ ഉള്ളൂ. സത്യമായിട്ട് അത്ര. അല്ല നമുക്കിപ്പോൾ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇപ്പോൾ എങ്ങോട്ടും പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഇല്ലാന്ന് പറയാൻ കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് ഒത്തിരി. അല്ല നമുക്ക് പോയി നിൽക്കാൻ അങ്ങനെ പറ്റിയ ഫ്രണ്ട്സ് ഒന്നുമില്ല. പേടിക്കാതിരി. അയ്യോ നീ എന്താ ഇവിടെ? നിന്റെ വെളുപ്പിനോട്ട് വീട്ടിൽ തിരക്കണാണ്. നിന്നോടാണ് ചോദിക്കുന്നത്, എവിടെ പോയതാ നീ? പറയേ. എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പുള്ളിയാണോ ഇത്? ആണാണോ പുള്ളി ഇഷ്ടപ്പെട്ടത്? എൻ്റെ ഫ്രണ്ട് വേണ്ടിയിട്ടാണ് ഇവിടെ വിളിച്ചോണ്ട് എടുത്തേക്കുന്നത്. എല്ലാ പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോൾ ആ ഫ്രണ്ടിന് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും. ആരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്? വിഷമമാണെന്ന് പറഞ്ഞത് താനെല്ലാവരുടെ വിഷമം തീർക്കാൻ നോക്കുവാണോ? ഞാനല്ല ഏത് ഫ്രണ്ട്? പോലീസിനെയൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. എന്തോ നിൽക്കാ നീ സംസാരിക്കരുത്, മിണ്ടാതിരിക്കെ. താൻ എന്ത് ധൈര്യത്തിലാ ഇവളെ വിളിച്ചിറക്കൊണ്ട് വന്നേ? വിളിച്ചിറക്കിയതല്ല. പിന്നെ വിളിച്ചിറക്കിയല്ല പിന്നെ എങ്ങനെ? ഫ്രണ്ടാണ്. താനപ്പോ ഫ്രണ്ടിന് വേണ്ടിട്ട് ആരും വിളിച്ചിറക്കൊണ്ട് പോകും? ഇല്ല, വിളിച്ചിറക്കിയല്ല ബൈ. പിന്നെ എന്താണ്? വിഷമം പറഞ്ഞത് കേൾക്കാൻ വേണ്ടി വന്നത്, അത്ര ഉള്ളൂ. ലോകത്തുള്ള എല്ലാവരുടെ വിഷമം തീർക്കലാണോ തന്റെ പണി? ഇല്ല, ഫ്രണ്ട് അല്ലേ, പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. ഇയാളെ വീട്ടിലെ പെൺകൊച്ചിനെ നിങ്ങൾ പിടിച്ചോണ്ടിരുന്നു. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നു, അത്രേ ഉള്ളൂ. കാര്യം എന്താണെന്ന് അറിയാനോ? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, താൻ തീർത്തു തരുമോ? അത് എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണത്, അപ്പൊ അതുകൊണ്ടാണ്. അല്ലാതെ ഒരാളല്ല, അറിയാത്ത ഒരാളോട് ഞങ്ങൾ പെരുമാറുന്ന കാര്യമില്ലല്ലോ. എങ്ങനെ പെരുമാറേണ്ട കാര്യമില്ല. ഒഴിവാട്ടോ, എസ്കേപ്പ് ആവാനുള്ള പരിപാടിയാണോ? എന്റെ പൊന്നെ, പിന്നെ എന്താണ് ഇവനായിട്ടുള്ള ബന്ധം? എന്താണ് നീ പറയേ? ഇവനുമായിട്ടുള്ള ബന്ധം എന്താണ് നിനക്ക്? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ആ ബന്ധം തന്നെയുണ്ട്. അപ്പൊ നീ എവനാണ് ഇത്രയും നാൾ സ്നേഹിച്ചിറക്കൊണ്ട് വന്നത്? താനെന്താണ് സംസാരിക്കാത്ത? താൻ എന്ത് ഉദ്ദേശത്തിലാണ് ഇവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കൊണ്ട് വന്നത്? അത് താൻ പറയും. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അങ്ങനെ അതാണ് തെറ്റ്. താൻ പിന്നെ എന്താ സംസാരിക്കണേ? വിളിച്ചറിയണമെന്നല്ല ഒന്നത് കാര്യം. ആൾക്ക് ഒരു വിഷമമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താന്ന് കേൾക്കാൻ വേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഇയാളുടെ സ്ഥലം എവിടെ? എൻ്റെ സ്ഥലം തൃശ്ശൂർ. തൃശ്ശൂർ എവിടെ? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ നിന്ന് നീ അവളെ കാണാൻ വേണ്ടി ഇത്ര ദൂരം വന്നതാണോ? അല്ലല്ല, എൻ്റെ റൂം ഇവിടെ ഉണ്ട്. ഞാൻ എങ്ങനെ റൂം? റിഫൈനറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെയാണ്, എറണാകുളത്താണ്. നിങ്ങളെങ്ങനെയാ പരിചയപ്പെട്ടെ? ഞങ്ങളൊരു ഓഡീഷനിൽ വെച്ചിട്ട് പരിചയപ്പെട്ടു. ഓഡീഷനിൽ വെച്ചിട്ട്? എടാ താൻ തൻ്റെ വീട്ടിലെ നമ്പർ പറഞ്ഞേ. എന്തിനും? തൻ്റെ വീട്ടിലെ നമ്പർ പറയണോ? അല്ല, നീ ചുമ്മാണ്ടിരിക്കവിടെ. നിന്റെ വീട്ടിലെ നമ്പർ പറയും. ആ എന്താ താൻ്റെ പാട്ട് പാടാൻ പോവാണ്? പാട്ട് പാടാനല്ല, ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഇവള്. അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എത്താന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് നിൽക്കുന്ന കാരണം ഞാനിവിടെ വന്ന് സംസാരിച്ചു, അത്രേ ഉള്ളൂ. അതെ, കുടുംബത്തുള്ള കൊച്ചിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് എങ്ങനെയല്ല സുഹൃത്തെ? എങ്ങനെയല്ല സുഹൃത്തെ? പിന്നെ നീ വീട്ടിലേക്ക് വരണോ അതോ നീ എവൻ്റെ കൂടെ പോകാനാണോ നിന്റെ പ്ലാൻ? ഞാൻ വീട്ടിലേക്ക് വരില്ല. അപ്പൊ നീ എവൻ്റെ കൂടെ പോകാനാണ് പ്ലാൻ? അവള് പറയുന്നത് നിന്റെ കൂടെ വരാനാണല്ലോ. എൻ്റെ കൂടെ ഒരാഴ്ച കൊണ്ട് ഉറപ്പില്ല. അങ്ങനെ എൻ്റെ പൊന്നു സുഹൃത്തെ, ഒരു മോശം നിന്റെ കൂടെ വരാൻ നീ കൊണ്ടുപോകും. ഒരു തരത്തിലുള്ള ഇതല്ല. ഏതല്ല? ഒരു തരത്തിലും നിങ്ങൾ വിചാരിക്കാൻ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ഇതല്ല, ബന്ധമൊന്നും അല്ല ഇത്. പിന്നെ ഇത് എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എന്താണ്? നിനക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നീ വീട്ടിൽ വന്ന് ആലോചിച്ചിട്ട് ചെയ്യണമായിരുന്നു. നീ അത്രയ്ക്ക് ഡീസൻ്റ് ആയിരുന്നെങ്കിൽ. മനസ്സിലായോ? ഇങ്ങനെ ഒരു കാഴ്ച ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? ഈ റോഡ് നീ സംസാരിക്കുക. എന്താണ് നീ നമ്മുടെ പ്രസംഗത്തിൽ പറയൂ. നിങ്ങൾക്ക് അവന് ഇഷ്ടമാണല്ലോ. ആരെ ഇഷ്ടമാണ്? നീ വിളിച്ചോണ്ട് പോയിട്ട് വേറെ ആരാണ് ഇഷ്ടപ്പെടേണ്ട? അവള് ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. ഈ ഫേസ്ബുക്കിലൊക്കെ പരിചയപ്പെട്ടിട്ട് സ്ഥിരം ഇറക്കിക്കൊണ്ടുപോകുന്ന പരിപാടിയാണ്. മനസ്സിലാവുന്നുണ്ട്. നീ ആളെ കളിയാക്കി ചിരിക്കരുത് കേട്ടോ. നീ ഇത്രയും വേല ഒപ്പിച്ച് വെച്ചിട്ട് നീ മറ്റുള്ളവരെ മണ്ടന്മാരാക്കിട്ട് ചിരിക്കരുത് കേട്ടോ. ആക്ച്വലി നിന്റെ കുറെ ആക്ച്വലി ആയി. ഞാൻ ആക്ച്വലി നിർത്തും. കറക്റ്റ് കാര്യം പറയട്ടെ, നീ പേടിക്കേണ്ട കാര്യമില്ല.
എന്നോട് എന്നായാലും ഞാനായാലും എൻ്റെ ഫ്രണ്ടായാലും നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ. അപ്പൊ എന്താണ് രണ്ടുപേരും ഇത് ഏതെങ്കിലും ശകുന്തളയാണോ? ഒന്ന് കേക്ക് പോയി നിങ്ങൾ 2-3 പേരെ കല്യാണം കഴിച്ചോണ്ട് പോകാനായിട്ട് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഇവിടെ. അതായത് നിങ്ങൾ ഉദ്ദേശിച്ച നാളെ എൻ്റെ ഫ്രണ്ടാണ്. ബട്ട് അവൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു കൊടുന്നു. അവനിപ്പോൾ ലേറ്റായി, കുറച്ച് ലേറ്റായി, 10-20 മിനിറ്റ് ലേറ്റായി. അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള ഒരു കമ്പനിയോട് കമ്പനിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാനിവിടെ വന്നു. അവൻ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം, പ്രോബ്ലം ഇല്ല. എൻ്റെ ഒരു ഫ്രണ്ട് അപ്പുറത്തിരിക്കണ്ടോ, നീ പോയി കമ്പനി കൊടുത്തു ചെല്ലടാ. ഈ ഒരു അവസ്ഥ നീ മൊബൈൽ എടുക്കേ. അവനായിരിക്കും ഇനിയിപ്പോ ഈ പറയുന്ന ആളാ. നിങ്ങൾ വിളിക്കുന്നിടത്തൊക്കെ വരാം. നീ എവിടെ വരും? എവിടേക്കാ വേണ്ട? പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസിനെ വിളിക്കാം, പോലീസിനെ വിളിക്കാം. ഫ്രണ്ട് വരട്ടെ. ഫ്രണ്ട് നീ വിളിച്ചിറക്കൊണ്ട് വന്നിട്ട് നീ ഏത് ഫ്രണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്? അവൻ വരാതെ എനിക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ആരാണ് ഈ ഫ്രണ്ട്? ഞാനൊന്ന് വിളിച്ചോട്ടെ. നിനക്ക് അവനെ ഇഷ്ടമാണോ? നിന്നെ ഇഷ്ടമാണെന്നാണല്ലോ പറയണത്. ഈ കൊച്ചു പറയുന്നത് ഇതിപ്പോ സത്യത്തിൽ ആരാണ്? നീയാണോ അവനാണ് ആള്? അവനാണ് ആള്. പിന്നെ നീ എന്തിനാ അവളെ വിളിച്ചിറക്കൊണ്ട് വന്നേ? എന്റെ ബ്രദറെ അങ്ങനെയല്ല, ഞാൻ വിളിച്ചോട്ട് ഞാനിപ്പോ വന്നിട്ടുള്ള ഇവിടെ ചോദിച്ചു. അവൾ പേടിച്ചിട്ടാണ്. അവനെ എന്തെങ്കിലും ചെയ്യുന്നു ചോദിച്ചാൽ പേടിച്ചു. അവനെ എന്ത് ചെയ്യുന്നു പ്രതീക്ഷിച്ചിട്ട് ഞാൻ അവനൊന്ന് വിളിച്ചു വരുത്തണം. നീ അവനെ പിടിക്കേണ്ട ഒരുത്തനെ പിടിക്കരുത്. വെറുതെ സ്വഭാവം മാറ്റിച്ച് ഈ സീൻ വഷളാക്കരുത്. നീ മിണ്ടാതിരിക്കേ. ഈ സീൻ വെറുതെ വഷളാക്കരുത്. നീ പറയുന്ന കേട്ടല്ലോ. എന്താണ് നിന്റെ വ്യക്തമായ നിന്റെ തീരുമാനം പറയും? എന്റെ തീരുമാനം ഞാൻ പറഞ്ഞൊരു ഫ്രണ്ട് ഒന്നുകിൽ നീ സ്റ്റേഷനിൽ വരിക, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്ത് എന്താണെന്നുള്ള ചെയ്യാം. രജിസ്റ്റർ ചെയ്യാൻ ഓക്കെയാണോ? പ്രോബ്ലം ഒന്നുമില്ല. നിനക്ക് അവനെ കിട്ടുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ട്? യവൻ ഉറപ്പായിട്ട് നിന്നോടുള്ള സ്നേഹം വെച്ചിട്ട് ഞാൻ പറയാണ്, യവൻ പക്ക ഫ്രോഡാണ്. യവനെ വിശ്വസിച്ച് നീ ഇറങ്ങരുത്. യവനെ കണ്ടാലേ അറിയാൻ പക്ക ഫ്രോഡാണ്. ആരെ വിളിക്കാനാണ്? നേരിടാനാണെങ്കിൽ നടക്കൂല കേട്ടോ. അയ്യോ എന്റെ ഇവിടെ ഉണ്ട് ആള്. നിങ്ങൾ ഇവിടെ കൊച്ചിയിലുള്ള ആൾക്കാരല്ലേ? അതെ, കൊച്ചിയുള്ള ഒരാളെ വിളിച്ചു നീ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല. നീ ആരെയും വിളിക്കണ്ട. ഇന്ന് രാവിലെ മുതൽ ഈ വണ്ടി എടുത്തിട്ട് എവിടെ തിരക്കി നടക്കാൻ അറിയോ നിനക്ക്? ഇപ്പൊ നീ സംസാരിക്കണം. നീ എന്ത് സംസാരിക്കാൻ? ഇത്ര ഈ വിളിച്ചിറക്കി റോട്ടിൽ കൊണ്ടിരുത്തിയതിന് അപ്പുറം എന്ത് സംസാരിക്കാനാ? ഒരു മിനിറ്റ്, ഞാൻ നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നായിരുന്നോ? നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നായിരുന്നു അവൻ. ഞാനാണോ? നീ കരഞ്ഞ അഭിനയിച്ചിട്ടൊന്നും ഇതിലപ്പുറം അവൾ എന്താ പറയണ്ടേ? നീ കുടുംബത്തിൽ ഇവൻ ലോക ഫ്രോഡാണ്. ഇപ്പൊ ചോദിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആളുകൾ മനസ്സിലാവത്തോ? എന്തോന്ന് മനസ്സിലാവത്തില്ലേ? അതെ, കൃത്യമായിട്ട് ഒരു മറുപടി പോലും ഇല്ല. ഇതിന് എന്തോ ഒരു പ്ലാൻ ഉണ്ട് ഇതിനകത്ത്. നിങ്ങളെ ഒരു കോൾ ചെയ്യാൻ സമാധാനം തരുമോ? ആരെ കോൾ ചെയ്യാൻ ആരെയും നീ പറയുന്നത്? എല്ലാരും നോക്കണൊക്കെ പ്ലീസ്. നമ്മള് വിചാരിക്കുന്ന ആളല്ല നീ. നീ പക്ക ഫ്രോഡാണ്. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ ഫ്രോഡാണെന്ന്. ഞങ്ങളെ വീട്ടിലൊരു പെങ്കൊച്ചിനെ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ എന്തോ ചെയ്യും? ഇയാളാണ് അന്വേഷിക്കും. ഈ ഇത്രയും വേണ്ടായിരുന്നല്ലോ. നിനക്ക് വീട്ടിലൊരു കോൾ ചെയ്തിട്ട് വീട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരക്കിയിട്ട് എന്താണ് എനിക്ക് കെട്ടിച്ചു തരാൻ പറ്റുമോ? അതാണ് അന്തസ്, ആണത്തും. മനസ്സിലായോ? അല്ലാതെ നട്ടപ്പാതിരാക്കി അവളെ വിളിച്ചോണ്ട് വന്ന് ഈ പരിപാടി ഇരുത്തുന്നതല്ല. മനസ്സിലായോ? നീ എവിടെ പോണു? നീ ഇവിടെ ഇരിക്കും. നീ എങ്ങും പോകുന്നില്ല. നീ അവിടെ ഇരിക്കും. ഈ പറഞ്ഞ കാര്യത്തിൽ അവിടെ ഇരിക്കും. അവര് വന്നല്ലേ? നിങ്ങളായിരുന്നു തന്നെ പറഞ്ഞു. ഹലോ, അവനൊന്ന് വിളിച്ചേ. ആരെ വിളിക്കുന്നവര്? നിന്റെ കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവളെ ആരെ വിളിക്കേണ്ടത്? എന്തോന്ന് വെയിറ്റ്? നീ എന്താ കൊഞ്ഞനും കുത്തി? എന്റെ സ്വഭാവം ശരിക്കും നിനക്ക് അറിയില്ല. അതുകൊണ്ട് പ്ലീസ്, ഇതെല്ലാരും നോക്കി കാണാൻ. നിങ്ങൾ ഇനി നീ എന്നെ ഇക്കാന്ന് വിളിക്കണ്ട. തീർന്നല്ലോ. ഇവരെ കൈയോടെ പിടിച്ചുകൊണ്ടുപോയിട്ട് എന്റെ തീരുമാനം എടുക്കണം. അല്ലാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എവിടെ പോകുന്നു? നീ എങ്ങ് പോണ്ട. നീ അവിടെ ഇരിക്കും. നീ ഇപ്പൊ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കൊണ്ട് വന്നിട്ട് നീ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അതല്ല ശരിയതില്ലേ? ഏതല്ല? ഒരു മിനിറ്റ്. എന്താണോ ഒരു മിനിറ്റ്? എടി അവനെ വിളിക്കും. ഞാൻ വിളിക്കാം അവനെ. ഫോൺ വാങ്ങിച്ചോണ്ട് പോയി. ഒരാളെ വിളിക്കുന്നില്ല. ഞാൻ വിളിക്കുന്നുണ്ടല്ലോ ബുദ്ധിയുള്ള. ആരെ വിളിക്കുന്ന കാര്യം നീ പറയുന്നേ? നിങ്ങളുടെ ഡ്രാമ ഒന്നും ഇനി നടക്കൂല. ഡ്രാമല്ല കൂട്ടുകാരാ. പിന്നെ എന്താണ്? എന്റെ ഒരു ഫ്രണ്ടാണ്. നമുക്ക് പോവാം ഇവിടുന്ന്. എവിടെ പോണ്? നീ എങ്ങും പോകരുത്. നീ ഇരിക്കവിടെ. ഒളിച്ചോടി. നീ എവിടെ വരെ ഒളിച്ചോടും? നീ എവിടെ വരെ എവിടെ കൊണ്ട് പോകും? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളൊക്കെ പ്ലീസ്. എവിടെ പോയി ജീവിക്കുന്നത്? ഈ മണവനാഞ്ചിനെ കൊണ്ട് നീ എവിടെ പോയി ജീവിക്കാനാ? ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളൊക്കെ പ്ലീസ്. നിന്നെ എങ്ങനെയാ വീട്ടിൽ നമ്മൾ കൊണ്ടു കിടക്കണം? അത് നീ മനസ്സിലാക്കാത്ത എന്താ? ഞാൻ വരില്ല ഇക്ക വീട്ടിൽ. ഞാൻ പോവും കൂടെ. നീ ഒരു കാര്യം ചെയ്യും. നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഞാൻ നടത്തി തരാം. ഇപ്പൊ തന്നെ നമുക്ക് എന്താന്നുള്ളതിന്റെ ഇത് ചെയ്യാം. നിനക്ക് സമ്മതമാണോ? നിന്റെ വീട്ടിലെ നമ്പർ എടുക്കും. നിന്റെ വീട്ടിൽ ഞാൻ വിളിച്ച് സംസാരിക്കാം. നിന്റെ വീട്ടിൽ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. അല്ലാതെ ഇത്രയും നാണക്കേടായി. നിങ്ങളിതൊരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. യവൻ മണ്ടനാണ്. ഇവന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്ക്. 1-2 ഫോട്ടോ എടുക്കും. എക്സ്ക്യൂസ് മീ. ഇവര് പറഞ്ഞത് ജെന്യൂൻ ആണെങ്കിൽ എന്തായാലും ഇവർ അറിഞ്ഞു കാര്യം. കറക്റ്റായിട്ട് കാര്യം പറ. അവനിപ്പോ വരും ഇവിടെ. നിനക്ക് അവളെ ഇഷ്ടമല്ലേ? തനിക്ക് അവളെ ഇഷ്ടമാണോ അല്ലേ? യെസ് ഓർ നോ?
Yes or no? എനിക്ക് ഇഷ്ടമാണ്. തനിക്ക് ഇഷ്ടമാണോ അല്ലേ? എന്നെ ഇഷ്ടമാണോ? പറ, ഇഷ്ടമാണെന്ന് പറ, അയാൾക്കൊരു സമാധാനം കിട്ടട്ടെ. കണ്ടോ ഇത്രയും നാൾ ഇക്കാന്ന് വിളിച്ചവള് നിനക്ക് വേണ്ടിട്ട് അയാളെന്ന് വിളിക്കുന്നത്. പിന്നെ എത്ര നേരമായി ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു. നിനക്ക് അവളെ ഇഷ്ടമാണോ അല്ലേ? ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തി തരും ഞാൻ നടത്തി തരും. സുഹൃത്തെ, എനിക്കിപ്പോ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയാൻ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് സ്കൂട്ടാൻ വേണ്ടി ഇഷ്ടമാണെന്ന് പറയാം. പക്ഷെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, പറഞ്ഞോ, ഇഷ്ടമാണെന്ന് പറഞ്ഞോ, സമാധാനാവട്ടെ. നിനക്ക് അതിനുള്ള ഗഡ്സില്ലേ? ഗഡ്സിലാൻഡ് ഒരു പെണ്ണിനെ പ്രേമിക്കാൻ എല്ലാവർക്കും പറ്റും. അവളെ വീട്ടിൽ പോയി സംസാരിച്ച് അവളെ പിന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് അത്ര ഗഡ്സില്ലാത്ത? ഇവളെ കല്യാണം ഞാൻ ഉറങ്ങിയിട്ടില്ലേ, ഭക്ഷണം കഴിച്ചിട്ടില്ല, കൈയും കാലൊക്കെ വീട്ടിൽ കഴിക്കാനൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ എവിടേക്കെങ്കിലും പോയി. നിന്റെ വാക്ക് എനിക്ക് കേക്കണ്ട. നീ ഇരിക്കവിടെ. യവൻ പറയട്ടെ. എന്നെ ഇരുത്തും വേണ്ട. അവൻ പറയട്ടെ, അവൻ തീരുമാനിക്കട്ടെ, അവൻ ഡിസിഷൻ എടുക്കട്ടെ. യവനെ കൊണ്ട് കഴിവില്ല, നിന്നെ നോക്കാനുള്ള കഴിവില്ല. അതാണ് അവൻ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഫോട്ടോ എടുത്ത് നമ്പർ എനിക്ക് വിശ്വാസമാണ്. നീ സംസാരിക്കരുത്. നിന്റെ വാക്കല്ല എനിക്ക് കേൾക്കേണ്ടത്. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോവോ? നീ എന്ത് അപ്പൊ എന്നെ ഒഴിവാക്കണോ? നിനക്ക് ഇന്നലെ കണ്ട യവനാണോ വലുത്? അങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. സന്തോഷമായി. ഇതുപോലെ കല്യാണം കഴിച്ചപ്പോ ഞങ്ങൾ ആരൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കുള്ള ഉറപ്പ് മതി. എനിക്ക് താൻ തീരുമാനിക്ക്. നിനക്ക് അവളെ കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും, ഉറപ്പാണ്. സമ്മതിച്ചോ? നിനക്ക് വേറെ കുഴപ്പമില്ലല്ലോ. ഞാൻ ഇപ്പോഴും നിന്നോട് പറയുന്നു, യവൻ പക്കാ ഫ്രോഡാണ്. നീ എവിടെ പോകുന്നു? നീ എവിടെ ഇരിക്കും? അങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. നീ മനസ്സിലാക്കി. ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. സഹോദരൻ സംസാരിക്കുന്നോട് സഹോദരനോ? നീ എവിടെ ഇരിക്കും? നീ സംസാരിക്കരുത്. യവന്റെ കൂടെ നീ പോവരുത്. ഒരുത്തന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവന്റെ മുഖത്തിന് എന്തോ കുഴപ്പം. നോക്ക്, ഇതാണ് ഒരു മനുഷ്യന്റെ മുഖം. മുഖത്തിലാണോ കാര്യം? പിന്നല്ലാതെ. എനിക്ക് അവന്റെ മനസ്സ് മനസ്സിലായി, അത് മതി. ഇത്രയും നാളും നമ്മളുടെ മനസ്സ് നിനക്ക് മനസ്സിലായില്ല. എന്താണ് നിന്റെ പ്ലാൻ? ഞാൻ ഇനി വീട്ടിലേക്ക് പോവില്ല. ഓക്കെ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. അവനെ വിളിക്കണ്ടത് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. വിശ്വസിക്കാന്നല്ല, കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. എന്ത് കാര്യമില്ല? നീ എവിടെ കെട്ടാൻ പോകുന്ന? നീ നിന്റെ വീട്ടിലെ നമ്പർ നീ എവളെ പിന്നെ ഇപ്പൊ നീ അല്ലേ എവിടെ കെട്ടാൻ പോണെന്നോ? എന്റെ ഇക്ക ആയതുകൊണ്ടാണ് അവന് കുറച്ച് റെസ്പെക്ട് തരുന്നത്. അല്ലെങ്കിൽ ഇവനെ അടിക്കോ? ഇവനെല്ലാം അടിക്കോ? അത്രയ്ക്ക് ചങ്കോട്ടുണ്ടോ? അടി വാങ്ങിക്കാൻ അടിച്ചിട്ട് ഇവിടെ ഒന്ന് പോവേ. അടി വാങ്ങിക്കണ്ട ഇക്ക, പ്ലീസ്. രാവിലെ വിശ്വസിച്ചടി അവന്റെ പിറകെ ഇറക്കി വന്നു. ഇക്ക അവന്റെ മുഖത്തേക്ക് നോക്ക, എന്താ കുഴപ്പം? നീ മിണ്ടാണ്ടിരിക്കേ. നിന്റെ വീട്ടിലെ നമ്പർ എടുക്ക്. ഇനിയെങ്കിലും നമ്പറും കൊടുക്ക്. അവൻ തീരുമാനിക്കട്ടെ. നിന്റെ കല്യാണം ഞാൻ നടത്തി തരാന്ന് പറയുമല്ലേ. നിന്റെ വീട്ടിലെ പാരന്റ്സിന്റെ നമ്പർ എടുക്ക്. നിനക്ക് അതിനെന്താ ഇത്ര മടി? എന്നാ നമ്പറും കൊടുക്ക്. നിന്റെ പാരന്റ്സിന്റെ നമ്പർ എടുക്ക്. നമ്പർ കൊടുക്ക്, വിളിച്ച് പറയട്ടെ. അവളെ വിളിച്ചോണ്ട് പോകാൻ താല്പര്യമുണ്ട്, പക്ഷെ വീട്ടിലെ നമ്പർ തരത്തില്ല. അതെന്താ? നീ അവളെ കൊണ്ട് എവിടെ പോകാൻ പോണേ? എന്താന്നോ? നീ ആരാ സംസാരിക്കുക? നീ മറുപടി. എടോ, എന്റെ പെങ്ങളെ ഇത്ര നേരം വിളിക്കാൻ ഇത്ര നേരം ഞാൻ പറഞ്ഞ ഫ്രണ്ട് എന്ന്. ഇതാണ് ഫ്രണ്ട്. സുഹൃത്തെ, മനസ്സിലാക്കി, സമ്മതിച്ചു, മനസ്സിലാക്ക്. നിങ്ങൾ എന്താ? അതെ, ഞാൻ കാര്യം പറയട്ടെ. വെളുപ്പിനെ ഇവൻ വീട്ടിൽ നിന്ന് വിളിച്ചു. തന്റെ സിസ്റ്റർ വന്ന അവന്റെ കൂടെ അല്ല, എന്റെ കൂടെയാണ്. എന്റെ പേര് അമൽ. ഞാൻ അവളെ എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പോവാണ്. വല്ലതും പറയാറുണ്ടോ? തന്റെ സിസ്റ്ററെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞാൻ തന്റെ സിസ്റ്ററെ വീട്ടിൽ കൊണ്ടുപോകാൻ പോവാണ്. എന്റെ കൂടെ ഇപ്പോൾ വരും. പറയാനുണ്ടോ? ഇത് എന്റെ സുഹൃത്താണ്. ഞാൻ എന്റെ പെങ്ങളോട് സംസാരിക്കട്ടെ. നിനക്ക് എവനാണോ ഇഷ്ടം? അതെ, എവനാണോ ഇഷ്ടം? ഇക്ക, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നീ ഇവിടെ നിൽക്കറുമേ. നിനക്ക് ഇവനാണോ ഇഷ്ടം? അതെ, എവനാണോ ഇഷ്ടം? നീ എടീന്ന് ആരെയാ വിളിക്കുന്നേ? അവന്റെ മേത്ത് തൊഴിലാട്ടോ. പറയാനൊന്നുമല്ല, സ്ഥലമൊക്കെ നിങ്ങളുടെ സ്ഥലമായിരിക്കും. അല്ല, എനിക്ക് ആരെ ഇഷ്ടം എന്ന് പറഞ്ഞ ഇക്ക കല്യാണം കഴിച്ചു തരും. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. എന്നാ അങ്ങ് മാറി നിൽക്ക്. നീ ആരെ ഇഷ്ടം എന്ന് പറയാൻ നിനക്ക് അവരെ കല്യാണം കഴിച്ചു തരും. വാക്കാണ്. കല്യാണം കഴിപ്പിച്ചു തരുമോ? ഇവർ രണ്ടുപേരും ആരാ നിനക്ക് ഇഷ്ടം? ഇക്ക വാക്ക് മാറ്റോ? ഞാൻ നിന്റെ ഇക്കയാണ് പറയുന്നത്. കെട്ടിച്ചു തരുമെന്ന് പറയാ, കെട്ടിച്ചു തന്നിരിക്കും. ഉറപ്പ്, സത്യം. എനിക്ക് ഇവനെ ഇഷ്ടം. കെട്ടിച്ചു തരുമോ? ഇത്രയും നേരം നീ എന്താണോ പറഞ്ഞത്? അല്ല, ഇക്ക നേരത്തെ പറഞ്ഞത് ഇവനെ കല്യാണം കഴിപ്പിച്ചു തരാം, ഇവനെ കല്യാണം കഴിപ്പിച്ചു തരാന്നല്ലേ. എനിക്ക് ഇവനെയും കല്യാണം കഴിക്കണ്ട, എനിക്ക് ഇവനെയും കല്യാണം കഴിക്കണ്ട. ഓ മൈ ഗോഡ്.
ഇപ്പൊ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയണം എന്നെ കെട്ടാൻ പറ്റോ ഇല്ലയോ പറ. ഇപ്പൊ പറയണോ? ഇപ്പൊ പറയാം. ഉറപ്പായിട്ടും കേട്ടോ. ഇതുപോലെ ഉറപ്പായിട്ടും കേട്ടതില്ല. അവൻ തമാശ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. എന്തായാലും എങ്ങനെയുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അയ്യോ എന്റെ ബ്രദർ എങ്ങനെയുണ്ടായിരുന്നു? നല്ല മനുഷ്യനല്ലേ? പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. അതിന് ഞാൻ എന്തായാലും ഒരു താങ്ക്സ് പറയാം. എന്ത് വന്നു കഴിഞ്ഞാലും ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ചാവാൻ വരെ ഞാൻ പറയില്ല. അങ്ങനെ വേണമെങ്കിൽ ആരും കൊണ്ടുപോയി പിന്നെ പണി പാളും. അവൻ ശരിക്കും എങ്ങനെയാ ഈ പുള്ളിയെ തന്നെ തെരഞ്ഞെടുക്കാൻ തോന്നിയത്? സംഭവം വെച്ചാലേ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല പണി കൊടുക്കുമായിരുന്നു. 4 കൊല്ലം ഉണ്ടോ, നല്ല എഞ്ചിനീയറിംഗ് പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പണിയാണ്. ഇപ്പൊ കോളേജായിട്ട് 3 വർഷമായി. കുറച്ച് നാൾ പണിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പണിയുണ്ടോ? ഇപ്പൊ പണി കിട്ടിയില്ലേ? ഇത്രയും കട്ടയ്ക്ക് ഒരു പണി കൊടുത്തിട്ടില്ല. ഇത്രയും കട്ടക്ക് പണി കൊടുത്തിട്ടില്ല, എല്ലാവരും കാണുമല്ലോ. അപ്പൊ ഓ മൈ ഗോഡ് ടീമിന്റെ വകയായിട്ട് ഞാനൊരു വലിയ സമ്മാനം ഞാൻ തന്നു കഴിഞ്ഞ ഓൾറെഡി ജീവിതം മുഴുവൻ ഓർക്കാനുള്ള ഒരു സമ്മാനം. എന്നാലും ഒരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം. ഇക്ക കൊടുക്കൂ. ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും ഞങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കുക. ഞങ്ങളെ നിങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ എല്ലാവരും ചേർന്നൊന്ന് പറയാമോ? 1 2 3.